കാലമാണ് എന്നതും ഓർക്കണം. NSS എന്ന് പറയുന്നത് 1969 സ്ഥാപിതമായ കോളേജിയറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സാമൂഹ്യ സേവനം ഉറപ്പുവരുത്താനൊരു പ്രസ്ഥാനമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതൊരു ഗാന്ധിയൻ കൺസെപ്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലാഭേച്ഛ കൂടാതെ സേവനം ചെയ്യുക എന്നുള്ള വലിയ കാഴ്ചപ്പാടാണ് NSSനെ നയിക്കുന്നത്. പൊതുവെ നമ്മുടെ സമൂഹം, കാരണം നമ്മൾ ജീവിക്കുന്നത് മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹത്തിലാണ്. മത്സരാധിഷ്ഠിതമായ സമൂഹത്തിൽ മറ്റേയാളെ തോൽപ്പിക്കുക എന്നതാണ് നമ്മളോട് എല്ലാവരും പറഞ്ഞു തരുന്ന സിദ്ധാന്തം. എന്നാലും നമുക്ക് ജയിക്കാൻ പറ്റും, നമുക്ക് മുന്നിലെത്താൻ പറ്റും. പക്ഷേ NSS അതിന് വ്യത്യസ്തമായി മത്സരാധിഷ്ഠിതമായ സമൂഹത്തിനുള്ളിലും വിശേഷിച്ച് ഫലമൊന്നും ഇച്ഛിക്കാതെ സേവനം ചെയ്യുക എന്നുള്ള വലിയ കർത്തവ്യം നിർവഹിച്ചു പോയി. ഗാന്ധിജിയെക്കുറിച്ച് കേട്ട ഒരു കഥ, ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ഒരു പെൺകുട്ടി, സമ്പന്നയായ വീട്ടിലെ പെൺകുട്ടിയാണ്, ഗാന്ധിജിയുടെ ആശയങ്ങൾ ആകൃഷ്ടയായി ഒരു ദിവസം അവിടെ എത്തിച്ചേർന്ന് എന്നെ ആശ്രമത്തിൽ താമസിക്കാൻ അനുവദിക്കണം എന്ന് പറയുകയുണ്ടായി. കുട്ടിയുടെ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ച് ഗാന്ധിജി പറഞ്ഞു, കുട്ടി പറ്റില്ല, ഇത് വളരെ പ്രയാസമുള്ള ജോലിയാണ്, കുട്ടിയുടെ സാഹചര്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഗാന്ധിജി പലവട്ടം പറഞ്ഞു. പക്ഷെ അവൾ കൂട്ടാക്കില്ല, എനിക്ക് ഇവിടെ നിൽക്കണമെന്ന്. അതിന് അവസാനം ഗാന്ധിജി ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ അനുവാദം കൊടുക്കുകയും ആ കുട്ടിക്ക് ശുശ്രൂഷിക്കാനായി ഒരു വൃദ്ധനായ ഒരാളിനെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് പറയുകയും ചെയ്തു.